Assalamu alaikum. ഞാൻ മുബി. വെൽക്കം ടു മൈ ഫുഡ് പാരഡൈസ്. ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ യൂട്യൂബിൽ വളരെ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കലക്കി ചായ, കറക്കി ചായ അല്ലെങ്കിൽ ഡാൻസിങ് ടീ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. പക്ഷെ ആ കറക്കി എടുക്കുന്നത് മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കറക്കി ചായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെയുള്ള ബെല്ലൈക്കണും കൊടുത്താലേ എൻ്റെ ഫ്യൂച്ചർ റെസിപ്പി നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് മിൽക്ക് വേണം, ടീ പൗഡർ, ഷുഗർ, പിന്നെ വാട്ടർ. ഇത്രയും മതി. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു പാനിലേക്ക് 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇത് തിളയ്ക്കുന്ന സമയത്ത് മറ്റൊരു അടുപ്പിലേക്ക് നമുക്കൊരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാം. ഇത് നന്നായി തിളച്ച് വരുമ്പം നമുക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. നല്ല കടുപ്പം വേണം നമുക്കിതിന്. സോ അതനുസരിച്ച് ചായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിന് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അതല്ല എങ്കിൽ നമുക്ക് ആ കറക്റ്റ് ലെയർ കിട്ടത്തില്ല. സോ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ പാല് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. 1 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. അതിനുശേഷം ഓഫ് ചെയ്തിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് നീളത്തിലൊന്ന് അടിച്ചെടുക്കണം. ഇതാ ഇങ്ങനെ അടിച്ചെടുക്കണം. എന്തിനാന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ പത വേണം. പത ലെയർ ഉണ്ടാക്കുമ്പോൾ ആവശ്യമാണ്. കുറച്ചധികം തന്നെ വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ അടിച്ചെടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള പത ഒരു ബൗളിൽ ഇതാ ഇങ്ങനെ മാറ്റി വെക്കണം. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത ബ്ലാക്ക് ടീ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരു 1/4 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പത വെച്ച് കൊടുക്കണം. പതുക്കെ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അത് മിക്സ് ആകുന്നില്ല, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ പതുക്കെ വെച്ച് കൊടുക്കണം. ഇനി കുറച്ച് പാല് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ സൈഡിലൂടെ ഒരു 1/2 ഗ്ലാസ് പാല് നമുക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കണം. അത് മിക്സ് ആകാതെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മിഡിലായിട്ട് ശരിക്കും ഡാൻസ് ചെയ്യുന്ന കാണാൻ പറ്റും. ഇനി ഇത് നമുക്ക് പതുക്കെ കറക്കി എടുക്കണം. ഇനി കറക്കി എടുക്കാനായിട്ട് ഡാൻസിങ് ടീ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ കറക്കാൻ പോവാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ 3 വിരൽ വെച്ച് ഇങ്ങനെ നമുക്ക് പിടിക്കണം. ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് സ്പീഡിൽ റാ ഷേപ്പിലാണ് നമുക്ക് കറക്കിയെടുക്കേണ്ടത്. സ്പീഡിൽ കറക്കണം, അല്ലെങ്കിൽ അവിടെയൊക്കെ വീഴും. ഇതുപോലെ കറക്കി നമ്മുടെ കറക്കി ചായ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വാവ്, സൂപ്പറായിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. ഒന്നും കൂടി കാണിക്കാം. ഇതുപോലെ പിടിക്കണം, എന്നിട്ട് സ്പീഡിൽ വേണം ചെയ്യാൻ. അതല്ലെങ്കിൽ അവിടെയൊക്കെ നമുക്ക് വീഴും. ഇതുപോലെ കറക്കുക, തിരിച്ചിതുപോലെ വരിക. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. നിങ്ങൾ ഒരു തവണ വെള്ളം വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷമേ ട്രൈ ചെയ്യാവൂ. ഓക്കെ, നല്ല ചായയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. സൂപ്പർ ചായയാണ്. ഇക്ക കൂടി ട്രൈ ചെയ്യാൻ പോവാണ്. വാവ്, കൂളായിട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ചായയാണ്. എൻ്റെ മോന് കെൻസും കൂടി ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. സോ നമ്മുടെ ഈ കറക്കി ചായയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ലെയർ ഫോം ചെയ്യുക എന്നുള്ളത്. സോ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് നമ്മുടെ ആ കട്ടൻ ചായ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് അത്യാവശ്യം കടുപ്പം ഉണ്ടായിരിക്കണം. അതോടൊപ്പം നന്നായിട്ട് ഷുഗർ ആഡ് ചെയ്യണം. ഷുഗർ ആഡ് ചെയ്താൽ മാത്രമേ ആ ലെയർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ആ പദം നമ്മൾ ഒഴിക്കുമ്പോഴേക്കും താഴത്തേക്ക് ഡിസോൾവ് ആയി പോകും. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് പത ഉണ്ടാക്കാൻ വേണ്ടി ആ പാല് നമ്മൾ ചൂടായി കഴിയുമ്പോൾ തന്നെ നമുക്ക് 3 രീതിയിൽ അത് ഉണ്ടാക്കാൻ പറ്റും. ഒന്ന്, നമുക്കതിനെ ഒരു ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുമ്പോഴേക്കും ആ പത വരും. അതിനെടുത്ത് മാറ്റാം. അതല്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ മിക്സിക്കകത്ത് ജസ്റ്റ് ഒന്ന് അടിക്കാം. പക്ഷെ ആ ഒരു മെത്തേഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം വളരെ ചൂടോടുകൂടി അടിച്ചു കഴിയുമ്പോൾ അത് മുകളിലേക്ക് വരും. അപ്പോൾ അത് അത്ര നല്ലൊരു കാര്യമല്ല. അത് മിക്സിക്കും കേടാണ്, അതുപോലെ നമുക്കും അത് ഡേഞ്ചറസ് ആണ്. സോ അത് വേണ്ട. അതിന് പകരമായിട്ട് ഈസി ആയിട്ട് നമുക്കത് വളരെ ഉയരത്തിൽ നിന്നും അടിച്ചു കഴിയുമ്പോൾ അതിന്റെ മുകളിൽ നമുക്ക് പത വരും. അത് എടുത്ത് മാറ്റിയാൽ മതി. 3 4 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള പത കിട്ടും. അതായിരിക്കും ഏറ്റവും നല്ലൊരു മെത്തേഡ്. ഇനി ആ ഒരു പത ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ പാൽ ഒഴിക്കുമ്പം ശ്രദ്ധിക്കണം, നടുക്കൂടെ ഒഴിക്കാതിരിക്കുക. സൈഡിൽ കൂടെ ഒരു സ്പൂൺ വെച്ചിട്ട് ഞാൻ കാണിച്ചതുപോലെ
സൈഡിൽ കൂടെ വേണം നമ്മൾ പതുക്കെ വേണം പാലൊഴിച്ചു കൊടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ആ പതയ്ക്കും താഴെയായിട്ട് ആ പാല് വന്ന് നിൽക്കുള്ളൂ. സോ അതൊരു കാര്യം. ഇനി കറക്കി ഒഴിക്കുമ്പോൾ ഉള്ളൊരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദയവായി നമ്മൾ ഈ ചായ ഡയറക്റ്റ് ചെയ്യാതെ പകരമായിട്ടൊരു ഗ്ലാസ്സിൽ ഇത്തിരി വെള്ളം എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് സക്സസ് ആയ ശേഷം മാത്രമേ ഡയറക്റ്റ് നമ്മൾ ചായ ഉണ്ടാക്കാവുള്ളൂ. അത് വളരെ സ്പീഡിൽ തന്നെ ഉണ്ടാക്കണം. പതുക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഇവിടെയൊക്കെ ഭിത്തിയിലൊക്കെ തെറിച്ചെന്ന് വരും. സോ അതൊന്ന് ശ്രദ്ധിക്കണം. ചൂടായിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നതെങ്കിൽ അടുത്ത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. സോ ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് ഒരു അടിപൊളി കറക്കി ചായ ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.